നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് ജനറൽ റീഡിങ്സ് ആണ്. ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങൾ ഈ ഒരു റീഡിങ്സിലേക്ക് നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവാൻ ശ്രമിക്കുക. അതുപോലെ ഇന്നത്തെ കറൻറ്റ് സമയം എങ്ങനെയാണെന്നും ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്നും ഇനി മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ഒരു മാറ്റത്തിൻ്റെ എനർജിയെ കണക്ട് ചെയ്താണ് നമ്മളിത് എടുക്കുന്നത്. കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റം വരാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നൊരു കാര്യമാണ് അഫർമേഷൻസ് എഴുതുക എന്നത്. അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷനാണ്. മാനിഫെസ്റ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാനുള്ള ഏറ്റവും പവർഫുള്ളായൊരു മെത്തേഡാണ് മാനിഫെസ്റ്റേഷൻ. അതായത് നമ്മളുടെ സങ്കല്പം, നമ്മൾ എന്താണോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അതാണ് നമ്മളെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും നമ്മുടെ ബ്രെയിനും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന, അനുസരിച്ച് എനർജീനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ മാനിഫെസ്റ്റേഷനിലെ ഏറ്റവും പവർഫുള്ളായ ഒരു ഭാഗമാണ് അഫർമേഷൻസ് എഴുതുക എന്നത്. ഈ അഫർമേഷൻസ് എഴുതുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എഴുതുമ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഏറ്റവും പവർഫുള്ളായിട്ട് കണക്റ്റ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നമുക്കതിനുള്ള റിസൾട്ട് കിട്ടും. അത് മനസ്സിലാക്കി തന്നെ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, എന്ത് കാര്യത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അറ്റ്ലീസ്റ്റ് ഇന്നീ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നതല്ല, ഇത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിനൊരു അവസരം ലഭിച്ചു എന്നതിനു പോലും നമ്മൾ നന്ദി പറയുക കേട്ടോ. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണ്ടവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ദ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് ഒരു സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു ദിവസമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നിങ്ങളിലേക്ക് വരുന്നതെല്ലാം നിങ്ങളുടെ സോൾ കണക്ഷൻസ് ആയിരിക്കും കേട്ടോ. അതായത് പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൽ പെട്ട ചില വ്യക്തിബന്ധങ്ങൾ, അതുപോലെ നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന നിങ്ങളുടെ എനർജിയുടെ സെയിം വൈബുള്ള വ്യക്തികളുമായിട്ടായിരിക്കും ഇന്നത്തെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ്, മീറ്റപ്പ് എനർജി എല്ലാം. നിങ്ങൾ ഇന്ന് ആരൊക്കെയായിട്ടാണോ ലൈഫിൽ കടന്നു പോകുന്നത്, അത് ശത്രു ആയിക്കോട്ടെ മിത്രമായിക്കോട്ടെ, അതെല്ലാം നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എനർജിയെ കണക്റ്റ് ചെയ്തും നിങ്ങളുടെ സോളുമായിട്ട് വളരെയധികം കണക്ഷൻസ് ഉള്ളതും നിങ്ങൾക്ക് എന്തൊക്കെയോ ലെസൺ പഠിക്കേണ്ട വ്യക്തികളുമായിട്ടായിരിക്കും ഇന്ന് നിങ്ങളുടെ ലൈഫ് കടന്നു പോകുന്നത്. ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ എനർജികൾ എന്ന് പറയുന്നത് അതായത് പോസിറ്റീവായ സിറ്റുവേഷൻസ് ആണ് കേട്ടോ. നിങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നവരാണെങ്കിൽ പോലും അത് നിങ്ങളുടെ പോസിറ്റീവ് എനർജി തന്നെയായിരിക്കും. അവിടെ ഒരു നെഗറ്റീവാണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. അവരുടെ പ്രസൻസ് നിങ്ങൾക്ക് പോസിറ്റീവ് ലഭിക്കാനുള്ള യോഗം ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പാസ്റ്റ് എനർജികളാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നത്. പാസ്റ്റ് ലൈഫ് എനർജികളുടെ ഒരു പെരുമഴക്കാലം എന്ന് തന്നെ നമുക്കിന്ന് പറയേണ്ടി വരും. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്യേണ്ടി വരും. അതായത് ഒന്നും കൂടി ചിന്തിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ്, ചില ഓർമ്മകൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പുതുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, എവിടെയോ മറന്നുപോയ ചില ഓർമ്മകളെ തിരിച്ചെടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എല്ലാം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്നൊരു വിധി മാറ്റി എഴുതപ്പെടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇന്ന് എവിടെ നിങ്ങൾ ചെയ്താലും, നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലൂടെ കടന്നു പോയാലും അവിടെയെല്ലാം നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പാകത്തിന് ഒരു കയ്യൊപ്പ് പതിയുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത്. ഫാമിലി എനർജിയിലേക്ക്, വിവാഹം പോലുള്ള ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടുപോയ, ഒരു പക്ഷേ വിവാഹം, ആഗ്രഹം, സ്വപ്നം, പ്രണയമൊക്കെ ആയിട്ട് നിന്ന ചില ബന്ധങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടുപോയെങ്കിൽ ആ ഒരു സെക്കൻഡ് ചാൻസ് എനർജി, രണ്ടാമതൊരു ചാൻസ് കൂടി നിങ്ങളിൽ പലർക്കും വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളിൽ പലർക്കും വിട്ടുപോയ ചില ബന്ധങ്ങൾ ഇന്ന് കൂട്ടിച്ചേർക്കപ്പെടുന്നു. അതായത് ഒരു ഒരു സെക്കൻഡ് ചാൻസ് എനർജി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആകുമെന്ന് തന്നെയാണ് കാണുന്നത്. അതായത് ഇന്നൊരു സക്സസ് ഉണ്ട്,
ഒരു സെലിബ്രേഷനൊക്കെ ഉള്ള സമയം കണക്റ്റഡ് ആകുന്നു. പോസിറ്റീവ് ആകുന്ന ദ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. വളരെ ശക്തമാകുന്ന ഒരു ഇൻറ്റ്യൂഷൻ എനർജിയിലൂടെ, ഒരു സ്പിരിച്വാലിറ്റിയിലൂടെ ഇന്ന് നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിലുള്ള ചില കഴിവുകൾ, അറിവുകളൊക്കെ ഇന്ന് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നൊരു സിറ്റുവേഷൻസാണ് കാണുന്നത്. പൗർണമി, അമാവാസി പോലുള്ള സമയങ്ങളിൽ നിങ്ങളിൽ പലർക്കും എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങളുടെ സാധാ നോർമൽ ലൈഫിൽ നിന്നും ഒരു ചേഞ്ചിങ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ എന്തെങ്കിലും മറന്നുപോയത് ചില സമയത്ത് നിങ്ങൾക്ക് വേദന പോലെ കണക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൗർണമി അമാവാസിയെ ബേസ് ചെയ്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. അതിനെ കണക്റ്റ് ചെയ്ത് നിങ്ങളിൽ വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അതായത് മൂൺ എനർജിയുടെ ഒരു പ്രസൻസ് നിങ്ങളുടെ ബർത്ത് സമയം മുതൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നവരായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ആ ഒരു മനസ്സിൽ നിങ്ങളെന്തോ ഒരു കാര്യത്തെ ഒളിച്ചു വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റാത്തൊരു രഹസ്യം നിങ്ങൾ വളരെ ശക്തമായിട്ട് സൂക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഈ 2 സമയങ്ങളിൽ നിങ്ങൾക്ക് അത് ഇറിറ്റേഷൻ, അതായത് ഒരു മാനസിക വിഷമം, നിങ്ങൾ വെറുതെ വേദനിക്കുകയും കരയുകയും ഭയങ്കരമാകുന്നൊരു ഡിപ്രഷൻ എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന വ്യക്തികളുടെ സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ഒരു പക്ഷേ നിങ്ങൾ ശരിക്കും ദുർഗാദേവീനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. മൂൺ എനർജിയുടെ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് മാറാൻ ദുർഗാദേവിക്ക് വഴിപാട് കാര്യങ്ങൾ കഴിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. കൂടാതെ തന്നെ മാതാവിനെ, ഇപ്പോൾ ക്രിസ്ത്യൻ വിശ്വാസപ്രകാരമാണെങ്കിൽ മാതാവിനെ ആ 2 സമയങ്ങൾ നോക്കിയിട്ട് പോയി നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിക്കുകയും അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഒരു സ്പിരിച്വാലിറ്റി, നിങ്ങളുടെ ഒരു കഴിവ് നിങ്ങൾക്കിന്ന് പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ അത് പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് നേരെ മറ്റാരെങ്കിലും ഒരു ജഡ്ജ്മെൻറ്റിങ് വിധിയുമായിട്ട് വരുന്നു എങ്കിൽ അതിനെ നിങ്ങൾക്കിടെ കയ്യിൽ തന്നെയുണ്ട് പ്രതിരോധിക്കാനുള്ള മാർഗം എന്നുകൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ അറിവ് എല്ലാം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പ്രയോജനപ്പെടുത്തണം. നോക്കിയും കണ്ടും നിങ്ങൾ സിറ്റുവേഷൻസിനനുസരിച്ച് നിങ്ങൾ ഇന്ന് പ്രയോഗിക്കണം എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് നിങ്ങൾ ആവശ്യമില്ലാതെ ചുമക്കുന്ന എന്തെങ്കിലും ബർഡൻ ഉണ്ടെങ്കിൽ, മൗനമായിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് ചുമന്നുകൊണ്ട് നടക്കുന്ന എന്തെങ്കിലും ഒരു ബർഡൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഇന്ന് ഇറക്കി വെക്കണമെന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതിനു വേണ്ട അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ട്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. പേജ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. സാമ്പത്തികത്തിലും കരിയറിലും ഇന്ന് വളരെ ശക്തമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട സമയമാണ്. വളരെയധികം കാര്യഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഇന്നൊരു പക്ഷേ നിങ്ങളെ മറ്റുള്ളവർ ചീറ്റിംഗ് ചെയ്യാനും കുറച്ച് സ്ട്രെസ് എനർജി നേരിടാനും മനസ്സമാധാനം നഷ്ടപ്പെടാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ കരിയർ പാതയിലും ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യത്തിലും കൊടുക്കൽ വാങ്ങലുകൾ വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ. അതായത് കൊടുക്കുകയാണെങ്കിലും നിങ്ങളതൊന്ന് ആലോചിച്ച് ഒരു 3 പ്രാവശ്യം ചിന്തിച്ചിട്ട് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. വാങ്ങുന്നതാണെങ്കിലും അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്തോളുക. ദ എംബറസ് എനർജി വന്നിട്ടുണ്ട്. സമയം ചേഞ്ച് ആകുന്നുണ്ട് കേട്ടോ. കുറേ ആളുകളുടെ ലൈഫിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ ടൈം ചേഞ്ച് ആകുന്നു. നിങ്ങളുടെ ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ചിരുന്ന ചില ദുഃഖങ്ങൾ, നിരാശകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം ഒരു പുതിയ മാറ്റത്തിലേക്ക് പോകുന്നു, വിജയത്തിലേക്ക് പോകുന്നു. ദ എംബറസ് എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ശുക്രദശ തെളിയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാലക്ഷ്മി അനുഗ്രഹങ്ങൾ വരുന്നുണ്ട്. പ്രതിസന്ധികൾ മാറിപ്പോകുന്ന സമയമാണ്. ഇന്നത്തെ ദിവസമായാലും എന്ത് തടസ്സത്തെയും മറികടന്ന് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രപഞ്ചം കാണിച്ചു തരുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടു കൂടി അമ്മയുടെ അനുഗ്രഹവും വാങ്ങിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണെന്നാണ് കാണുന്നത്. കുറച്ച് ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ എവിടെയെങ്കിലും ഇമോഷണലി നിങ്ങളെ തകർത്തിട്ടുണ്ടെങ്കിൽ,
നിങ്ങളുടെ പാർട്ട്ണർ എനർജിയിൽ നിന്നായിക്കോട്ടെ, മറ്റെവിടെ നിന്നാണെങ്കിലും നിങ്ങൾ വിശ്വസിച്ച് എവിടെയെങ്കിലും നിങ്ങളെ തകർത്ത് കളഞ്ഞ്, നിങ്ങളെ വീഴ്ത്തിക്കളഞ്ഞ്, നിങ്ങൾ അൺഎക്സ്പെക്റ്റഡായിട്ട് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ലീഗലി മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ ആ ലീഗൽ പരമാകുന്ന കാര്യത്തെ ബേസ് ചെയ്ത് നോക്കുമ്പം നിങ്ങളിൽ തന്നെയാണ് സക്സസ് കാണുന്നത്. നിങ്ങൾക്ക് വളരെ വ്യക്തമാകുന്ന, വളരെയധികം ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഒരു പക്ഷേ ഒരു ഗുഡ് ന്യൂസ് ആവാം, അല്ലെങ്കിൽ അതിനുള്ള ചില സാഹചര്യങ്ങളാവാം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ പറയുന്നത് ഇമോഷണലി നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. പെട്ടെന്ന് മനസ്സലിയുന്ന ഒരു ക്യാരക്ടർ എനർജി നിങ്ങളിൽ പലർക്കുമുണ്ട്. അത് വേണ്ട. ബൗണ്ടറി തീർക്കുക, നീതിക്ക് വേണ്ടിയിട്ട് പോരാടുക. വിട്ടുവീഴ്ചകൾ എല്ലായിടത്തും നമുക്ക് പ്രയോജനം ചെയ്യില്ല. ചിലയിടത്ത് മാത്രം വിട്ടുവീഴ്ചകൾക്ക് ഫലമുള്ളൂ. ചിലയിടത്ത് കർക്കശമായ തന്നെ നിലപാട് തന്നെയാണ് നല്ലത് എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇമോഷണലി ഒരിടത്ത് നിങ്ങൾ അഡിക്റ്റഡ് ആവണ്ട. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ആ ഒരു ട്രാജഡിയിൽ നിന്നും, ആ ഒരു നഷ്ടത്തിൽ നിന്നും നിങ്ങൾ നീതി നേടിയെടുക്കുക എന്നാണ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ റിജക്റ്റ് ചെയ്ത, നിങ്ങളെ മിസ്യൂസിങ് ചെയ്ത ചില സിറ്റുവേഷൻസുകളിൽ നിന്നും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങളോട് ഇവിടെ പറയുന്നത് ഇമോഷണലി ഇന്നത്തെ ദിവസം ഒരിടത്തും അഡിക്റ്റഡ് ആവണ്ട. ഇമോഷണലി ആരുമായിട്ട് വലിയ കണക്ഷൻസ് ഒന്നും വെച്ച് പുലർത്തണ്ട. നിങ്ങൾ നിങ്ങളുടേതാകുന്ന രീതിയിൽ ഒരു നല്ലൊരു പോസിറ്റീവ് പേഴ്സണാലിറ്റിയോട് കൂടി തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ലൈഫിലേക്ക് വരുന്നുണ്ട്. ഇന്ന് ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകളും പല രീതിയിലുള്ള കാര്യങ്ങളും കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും നല്ലതിനല്ല കേട്ടോ. ഒന്നും തന്നെ ഒരു സ്ഥിരതയുള്ളതോ നിങ്ങൾക്ക് ഗുണകരമാകുന്നതോ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ടതോ ആയ ഒരു കാര്യങ്ങളും ഇന്നത്തെ ദിവസം ലൈഫിൽ കണക്റ്റഡ് ആവാൻ സാധ്യതയില്ല. അത് സാമ്പത്തികമായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് പോലുള്ള കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളെ ഒരു വശീകരണം പോലെ ഒരു മായാവലയത്തിൽ പെടുത്താൻ സാധ്യതയുണ്ട്. അത് എങ്ങനെയുള്ള എനർജിയാണെന്ന് വെച്ചാൽ, ഒരിക്കൽ നിങ്ങളെ ഇമോഷണലി റിജക്റ്റ് ചെയ്തൊരു സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും ഇമോഷണലി റിജക്റ്റ് ചെയ്യുന്ന ചില വ്യക്തികളുടെ പ്രസൻസ്, നിങ്ങൾക്ക് വലിയ റെസ്പെക്റ്റോ വാല്യൂ നൽകാതെ പോയിട്ടുള്ള ചില വ്യക്തികളുടെ പ്രസൻസ്, നിങ്ങൾ ഒരു പക്ഷേ വേദനയോടുകൂടി ഇറങ്ങി പോകേണ്ടി വന്ന ചില ഇടങ്ങളിലെ സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. അപ്പം നിങ്ങൾ പാസ്റ്റിലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് മാത്രം ഇന്ന് നിങ്ങളിലേക്ക് വരുന്ന വ്യക്തികളിലാണെങ്കിലും സാഹചര്യങ്ങളിലാണെങ്കിലും ശ്രദ്ധയോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 4 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റോടു കൂടിയാണ് നിങ്ങളിൽ പലരും നിൽക്കുന്നത്. അതായത് നമുക്ക് ഉള്ളത് മതി, ഇനി കൂടുതലായിട്ടൊന്നും വേണ്ട. നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് അവസരങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും പൂർത്തീകരിക്കാനുള്ള എല്ലാം നിങ്ങൾക്ക് നേരെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണിക്കുന്നത് ഉള്ളത് മതി, കൂടുതൽ വേണ്ട എന്നുള്ള ഒരു തോട്ട്സിൽ നിൽക്കുന്ന കുറേ ആളുകളുടെ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് കരിയറിനെ ബേസ് ചെയ്താവാം, സാമ്പത്തികപരമാകുന്ന കാര്യങ്ങൾ ആഗ്രഹമുണ്ട്, ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ ഒരു ഡെവലപ്മെൻറ്റ്, സ്കിൽ ഡെവലപ്മെൻറ്റിങ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. ചിലരെ സംബന്ധിച്ചൊരു പ്രോപ്പർട്ടി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, കരിയർ പാതയിലൊരു ചേഞ്ചിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ചിലർ എഡ്യൂക്കേഷൻ പരമായിട്ടൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ബിസിനസ്സിലും ഒക്കെ നിങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിലും അത് എല്ലാം ഒരു മിഡിൽ ക്ലാസ് എനർജിയിലാണ് നിൽക്കുന്നത്. നമ്മൾ മാക്സിമം വലിയ സ്വപ്നങ്ങൾ കണ്ട് ലക്ഷ്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് എത്തിച്ചേരുന്നതെന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. വലിയ സ്വപ്നം കാണുക, ഏകദേശം അതിൻ്റെ അടുത്ത് വരെയെങ്കിലും അല്ലെങ്കിൽ ഒരു പകുതിയെങ്കിലും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം കാണുന്നോ അതിനേക്കാളും കുറച്ചും കൂടി താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതായത് ആ ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കണമെന്നാണ് കാണുന്നത്. അതായത് ഒരു സറണ്ടർ എനർജിയിലാണ് നിൽക്കുന്നത്. ഒരു പക്ഷേ നമ്മളുടെ പൂർവികരിൽ നിന്ന്, നമ്മുടെ പേരൻസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ
ചില ഗൈഡൻസൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഉള്ളതിൽ തൃപ്തിപ്പെടുക, അല്ലെങ്കിൽ നമുക്കിതേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള ചിന്തകളിൽ നിൽക്കുന്നത്. സ്വയം ഇമോഷണൽ സറണ്ടർ എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഇമോഷണൽ സറണ്ടറിൽ നിന്നും നിങ്ങൾ വേഗം തന്നെ പുറത്ത് കടക്കുക. ഒരു മതിൽക്കെട്ട് പൊളിച്ചു മാറ്റേണ്ട സമയമായി മനസ്സിനകത്തുള്ള അത് മാറ്റി നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകുക. നിങ്ങൾക്ക് മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നിലധികം കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പല അവസരങ്ങളും വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കതിൽ ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടും ഏറ്റവും ബെനിഫിറ്റായിട്ടും അത് നാളെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതുമായ കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ സാമ്പത്തികം കൊടുത്ത ചിലയിടങ്ങളിൽ നിങ്ങളിപ്പോഴും അത് ചോദിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടോ? സാമ്പത്തികം കൊടുത്ത് സഹായിച്ചിട്ട് അത് തരാതെ നിങ്ങളെ ഇട്ട് ചുറ്റിക്കുന്ന ഒരവസ്ഥ, അതും നമുക്ക് ആ ഒരു മിഡിൽ ക്ലാസ് എനർജിയുടെ ആ ഒരു എന്താ പറയുക, ഒരു ഇടുങ്ങിയ ചിന്താഗതിയെ ബേസ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള മടി, അല്ലെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കാതെ വരുന്ന ആ ഒരു ഇമോഷണൽ ഒരു പെയിൻ, ഇതൊക്കെ നിങ്ങളിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആ സാമ്പത്തികം കൊടുത്ത വ്യക്തികളെ സംബന്ധിച്ചും നിങ്ങളിൽ നിന്ന് വാങ്ങിയ വ്യക്തികളെ സംബന്ധിച്ചും ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയുണ്ട് കേട്ടോ അതിനകത്ത്. അതിൻ്റെ ഫലമാണ് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നതെന്ന് കാണുന്നുണ്ട്. ആ ഒരു ഫിനാൻസ് കയ്യിലേക്ക് വരാൻ കുറച്ചൊന്ന് സമാധാനപരമായിട്ട് നിൽക്കുക കേട്ടോ, വെയിറ്റ് ചെയ്യുക എന്നാണ് കാണുന്നത്. സാമ്പത്തികം കൊടുത്ത ആളുകളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഇതിനകത്ത് നമ്മുടെ റീഡിങ്സ് കേൾക്കുന്നവരിൽ കേട്ടോ. കാരണം അതിൽ നമ്മൾ പ്രോബ്ലംസുകളോ അല്ലെങ്കിൽ അതിനെതിരെ നമ്മൾ പ്രതിരോധിച്ചിട്ടോ കാര്യമില്ല. അതൊരു കർമ്മ ബേസിൽ, അതായത് പ്രകൃതിയുടെയും കൂടി ഒരു എനർജിയെ ബേസ് ചെയ്ത് സംഭവിച്ചിരിക്കുന്നതാണ്. അവിടെ സംയമനം പാലിക്കുക എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെയിറ്റ് ചെയ്യുക, കാലം അനുകൂലമാകും. നിങ്ങൾക്ക് അർഹതയുള്ളതൊന്നും മറ്റൊരാളുടെയും കയ്യിലേക്ക് പോകില്ല. അത് കറങ്ങി തിരിഞ്ഞ് നിങ്ങളിലേക്ക് വരും. പക്ഷെ അത് സാഹചര്യങ്ങൾ മാറിയായിരിക്കും. ഒരു പക്ഷേ അവരിൽ നിന്നായിരിക്കില്ല, മറ്റേതെങ്കിലും ഒരു മാർഗത്തിൽ നിന്നായിരിക്കും അതിൻ്റെ 100 ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അതുകൊണ്ട് സംയമനം പാലിക്കുക, ശക്തമായി പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അഫർമേഷൻസ് ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ ഭാര്യ-ഭർതൃ ബന്ധങ്ങളിലും നിങ്ങളുടെ എന്താ പറയുക കരിയർ പാതയിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ നിൽക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ഒരു അബണ്ടൻസ് ഉണ്ട് കേട്ടോ. ഒരു വളരെയധികം ഒരു പോസിറ്റീവായൊരു സെൽഫ് ഡിസിപ്ലിൻ എനർജി, കാര്യങ്ങളെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ. ഇതിനകത്ത് കുറച്ച് ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ നല്ല രീതിയിലാണ് പോണതെങ്കിലും എന്തോ ഒരു പേടി നിങ്ങളിലുണ്ട്. അതായത് നമ്മൾ ഉയർന്ന നിലയിൽ നിൽക്കുന്നു, നമ്മൾ ഏകദേശം ഒന്ന് ജയിച്ച് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മനസ്സ് താഴേക്ക് പോകുന്നുണ്ട്, ഒരു ഇടുങ്ങി പോകുന്നുണ്ട്. അതായത് എന്തോ പേടി തട്ടുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്, ഒരു ഭയത്തെ നമുക്ക് കാണിക്കുന്നുണ്ട്. അതായത് ഒരു 8 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ പാസ്റ്റിലെ ചില എക്സ്പീരിയൻസുകളാവാം ഇടയ്ക്കിടയ്ക്ക് ഒരു പതർച്ച മനസ്സിന് വരുന്നത്. അവിടെ നമുക്ക് പറയുന്നത് ശരിക്കും മാനിഫെസ്റ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക, നിങ്ങളിൽ തന്നെ നിങ്ങളൊരു വിശ്വാസം അർപ്പിക്കുക എന്നുള്ളൊരു എനർജിയാണ്. അതുപോലെ ഭാര്യ-ഭർതൃ ബന്ധത്തിൻ്റെയൊക്കെ ഒരു കാത്തിരിപ്പിന് സമാപനം ആവുന്നുണ്ട് കേട്ടോ. ലോങ് ഡിസ്റ്റൻസിലേക്കൊക്കെ പോയിരിക്കുന്ന പാർട്ട്ണറിൻ്റെ ഒരു തിരിച്ചുവരവ്, ഒരു റീയൂണിയൻ പ്രസൻസ്, അതായത് വിദേശത്തൊക്കെ ജോലി ചെയ്തിരുന്ന ഹസ്ബൻഡൊക്കെ അല്ലെങ്കിൽ വൈഫൊക്കെ വരാനും കാണാനും ഒരുമിച്ച് സന്തോഷിക്കാൻ ആ ഒരു ഒറ്റപ്പെടൽ അവസാനിക്കുന്നു കേട്ടോ. അടുത്ത ദിവസങ്ങളിലാവാം, ഇപ്പം നിങ്ങൾ ആ ഒരു അവസ്ഥയിലാവാം. എന്താണെങ്കിലും നിങ്ങളുടെ ഒരു കാത്തിരിപ്പ്, നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആകുന്നു എന്ന് തന്നെയാണ് നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് തന്നെയാണ് ബോട്ടം ഓഫ് ദി ഡെക്കും വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നമുക്ക് ഏഞ്ചൽസ് ഇന്നത്തെ ദിവസം തന്നിരിക്കുന്നത് ഇൻ ദി നിയർ ഫ്യൂച്ചർ എന്നാണ് കേട്ടോ. ഒരു സക്സസിൻ്റെ സമയമാണ്, ഒരു പ്രൗഢമായ ഒരു എന്താ പറയുക, ഒരു വളരെ നല്ല ഒരു ഉയർന്ന, അതായത് ഒരു പേര് പ്രശസ്തിയൊക്കെ നേടാൻ, ഒരു അധികാര സ്ഥാനത്തൊക്കെ ഇരിക്കാനുള്ളൊരു യോഗം നിങ്ങളിൽ പലർക്കും വരാൻ പോകുന്നു കേട്ടോ. അതായത് നിങ്ങളുടെ വിധി മാറുന്നു, നിങ്ങളുടെ ടൈം ചേഞ്ചിങ് ആകുന്നു, നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ലഭിക്കുന്നു, നിങ്ങൾക്ക് നല്ലൊരു വിശ്വസ്തനാവാനും സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കാനും വളരെയധികം പ്രൗഡായ ഒരു സിറ്റുവേഷൻസിലേക്ക്, അത് ചിലപ്പോൾ നിങ്ങൾ ജോലി സംബന്ധമായിട്ടാണെങ്കിലും ലീഗൽ പരമാകുന്ന ചില മേഖലകളിലേക്ക് കുറേ ആളുകളുടെ എനർജി ചെന്ന് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഇൻ ദി നിയർ ഫ്യൂച്ചർ, ഈ വരുന്ന ഏതാനും സമയങ്ങൾക്കുള്ളിൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചേഞ്ചിങ് വരുന്നു എന്നാണ് കാണുന്നത്. ലുക്ക് ഫോർ എ സൈൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ജസ്റ്റിസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നവർ, നീതി കിട്ടണം,
അല്ലാണ്ട് ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റിയോട് കൂടി സ്ട്രോങ് മൈൻഡ് സെറ്റായിട്ട് നിൽക്കുന്ന വ്യക്തികളിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും ലുക്ക് ഫോർ എ സൈൻ, നിങ്ങളുടെ മുന്നിൽ അതിനുള്ള ചില കാര്യങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ്. യു ആർ റെഡി എന്ന് ചോദിച്ചിട്ടുണ്ട്. അതും പ്രൗഡായ ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ വരുന്നത്. നല്ലൊരു കോൺഫിഡൻസ്, ഒരു ഇൻഡിപെൻഡൻസിങ് എനർജി, ഒരു സോഷ്യൽ ബട്ടർഫ്ലൈ, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിലൂടെ പോകുന്നവർ, അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരെ സേവിക്കാനുള്ള മനസ്സുള്ളവർ, വെല്ലുവിളികളെ നേരിടാൻ ഭയമില്ലാത്തവർ, വളരെ കോൺഫിഡൻസ് ഉള്ളവർ, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ അതിന് റെഡി ആയിക്കോളാനാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ്. സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കുക, ആക്ഷൻ എടുക്കേണ്ടടുത്ത് ആക്ഷൻ എടുക്കുക, ബൗണ്ടറി ഇടേണ്ടടുത്ത് ബൗണ്ടറി ഇടുക. ഒരു സ്ട്രോങ് ആകുന്ന, വളരെ പവർഫുള്ളാകുന്ന ഒരു മൈൻഡിലേക്ക് നിങ്ങൾക്ക് മാറാനുള്ള സമയമാണ്. നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് കാലവും എല്ലാം അനുകൂലമാണെന്നാണ് കാണുന്നത്. റീകൺസിഡർ എന്ന് പറയുന്നുണ്ട് കേട്ടോ മക്കളെ. റീകൺസിഡർ എന്ന് പറഞ്ഞാൽ പുനർവിചിന്തനമാണ് കേട്ടോ. നിങ്ങളെ ആരെങ്കിലും മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒക്കെ സഹായിക്കുകയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ കാത്തിരിക്കുന്നുണ്ട്, നിങ്ങളെ ആരെങ്കിലുമൊക്കെ വളരെയധികം സ്നേഹത്തോടു കൂടി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ മുഖം തിരിച്ചോ നിങ്ങളത് കാണാത്ത രീതിയിൽ മുഖം മറച്ചൊക്കെ നടന്നു പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ ഫോക്കസ് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ലെങ്കിൽ, അവിടെ ഒരു പുനർവിചിന്തനം നിങ്ങൾ നടത്തണം. നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ സ്നേഹിക്കണമെന്ന് വാശി പിടിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു പുനർവിചിന്തനത്തിൻ്റെ സമയമുണ്ട്, ആയിട്ടുണ്ട് എന്നാണ് കാണുന്നത്.